ലിറിക്സ് ഒക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത് പാട്ട് ട്യൂൺ ചെയ്യുമ്പോൾ? ഞാനോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ അതോ ഫസ്റ്റ് ടൈം? ഇപ്പൊ ഇത് ഏത് രാഗത്തിനെ ബേസ് ചെയ്താ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ എന്തായാലും അർജുൻ, നമുക്ക് അർജുന്റെ പെർഫോമൻസിനെ കുറിച്ച് ജഡ്ജസിനോട് ചോദിച്ചറിയാം. തമ്പി സാർ, നല്ല അറ്റംപ്റ്റ് ആണ്. പക്ഷെ മോനൊരു ആദ്യത്തെ വരികൾ തന്നെ മഞ്ഞ തെച്ചി പൂങ്കുല പോലെ, ആ പുലർകാല് എന്നൊക്കെ പറയുന്നത്, ആ പുലർകാലം പൊൻകതിർ പോലെ, പുലരല്ല പൊൻകതിർ പോലെ, പൊൻകതിർ പോലെ, അതൊന്ന് പാടി ഒന്ന് പാടി. മഞ്ഞ തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ. നിന്നു ലളിത, നിന്നൂല ലളിതേന്നായില്ലേ? അപ്പൊ നിന്നു ലളിത എന്ന് പറയണം. മാറ്റി പാടും. നിന്നു ലളിതേ. വ്യത്യാസം മനസ്സിലായോ? ലളിതേന്ന് വിളിക്കുകയാണ്. മോൻ പാടിയ നിന്നൂല ലളിതേന്നാണ്. നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. പൊൻകതിർ ഒരുമിച്ച് പറയണം. അടുത്ത് പാടും. ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. കവി എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? പൊൻകതിർ പോലെ നീ നിന്നു. അപ്പൊ പൊൻകതിർ എന്നുള്ളത് നമ്മൾ അടിവരയിടണം. അതുപോലെ ഈ നിന്നു പൊൻകതിർ ഒക്കെ ഒരുമിച്ച് പറയരുത്. നിന്നൊരു ക്രിയയാണ്. അപ്പൊ ഒരു ഉപമിച്ചിരിക്കാൻ, പൊൻകതിറിനോട് അവിടെ ഉപമിച്ചിരിക്കും. ഈ പൊൻകതിർ പോലെ, ഒരു പൊൻകതിർ പോലെ സ്വർണ്ണ നിറമുള്ള ഒരു കതിർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെല്ലിന്റെ ഒരു കൊല, നെല്ലിന്റെ ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കി അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് അവൾ മുമ്പിൽ നിൽക്കുന്ന ലളിത എന്നുള്ള സുന്ദരി. മനസ്സിലായി? സുന്ദരി, ലളിത വെച്ചാൽ സുന്ദരി അർത്ഥമാണ്. അപ്പൊ ആ ഒരു പെണ്ണിനെ വർണ്ണിക്കുന്നുണ്ട്. പെണ്ണിനെ മനസ്സുനി എന്ന് പറയുന്ന ചങ്ങമ്പുഴ അദ്ദേഹത്തെ കാവ്യമൊക്കെ ചെയ്ത കവിതയാണ്. വളരെ പ്രശസ്തമായ കവിതയാണ്. അപ്പൊ അത് ഈ പദങ്ങളുടെ എന്താ പറയുന്നത്, പദങ്ങൾ സംഗീതത്തിനകത്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പരിചയക്കുറവുണ്ട് ഉടനീളം. അത് അല്ലാതെ അതൊഴിച്ചു നിർത്തിയാൽ, ആദ്യമേ ചെയ്യുന്നതുകൊണ്ടാണ്. ഒഴിച്ചു നിർത്തിയാൽ നല്ല അറ്റംപ്റ്റാണ്. ആ രാഗം തിരഞ്ഞെടുത്ത് നല്ലതാണ്, രാഗം നല്ലതാണ്, നല്ലപോലെ പാടുകയും ചെയ്തു. പക്ഷെ ഈ ഒരു ദോഷം മാത്രമാണ് എനിക്ക് അതിൽ കണ്ടത്. നമ്മൾ ചെയ്യുന്ന പല ട്യൂൺസും ഒരു ഓക്കെ ചെയ്യില്ല. പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അതൊരു യുദ്ധമാണ്. ഈ പാട്ടിന്റെ ഒരാൾ പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് ഈ ജഡ്ജ്മെന്റ് ഈ റൗണ്ട് മൊത്തമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പാട്ട് ഒരു വേറെ ആളാ പാടുന്നത്, നിങ്ങളല്ല പാടുന്നത്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ മാറ്റാൻ പറഞ്ഞ ഉടനെ മാറ്റാൻ കഴിയണം. അപ്പൊ നമ്മൾ ട്യൂൺ നമ്മുടെ കയ്യിൽ വേണം. ആ മെട്ട് എന്ന് പറയുന്നത് ഫ്രെറ്റ്, ഒരു സെല്ലുലോയ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനകത്ത് നിന്ന് കളിക്കുക. ട്യൂൺ ചെയ്യുന്ന സമയത്ത് പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യുക ലിറിക്സിൽ. കാരണം അവിടെ മെലഡി എന്നുള്ളത് ഉണ്ടെങ്കിൽ, മെലഡി അർജുൻ്റെ ഇഷ്ടം പോലെയുണ്ട്. അർജുൻ്റെ മനസ്സ് മുഴുവൻ മെലഡിയാണ്. അപ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, അസലായിരുന്നു മറ്റുള്ള ആ പോർഷൻസ് ഒക്കെ. അതും വേ യു കമ്പോസ്ഡ് ദ സെക്കൻഡ് ചരണം വാസ് അമേസിംഗ്. അതായത് ഫസ്റ്റ് ചരണം അല്ലാണ്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. സെക്കൻഡ് ചരണം സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കലി വെരി ഗുഡ്. അതാണ് വേണ്ടത്. മറ്റേതൊക്കെ നമ്മൾ പഠിപ്പിക്കും കുറച്ചുകൂടെ പ്രായമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു മലയാള ഭാഷ അറിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും എവിടെ മുറിക്കണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മലയാള ഭാഷ അറിയാനായിട്ട് പഴയ എപ്പിക്സ്, രാമായണം പോലുള്ള കാര്യം, അല്ലെങ്കിൽ പഴയ കവിതകൾ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് ഇതുപോലെ ട്യൂൺ ചെയ്ത് ശീലിക്കാവുന്നേ ഉള്ളൂ. പൊൻകതിർ പോലെ, അതൊക്കെ പൊൻകതിറിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാകാത്തോണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ട്യൂൺ വൈസ് ഇറ്റ് ഇസ് ഓക്കെ, വെരി ഗുഡ്. തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യണം. അത് ക്ലാസിക്കൽ പാടിയപ്പോഴും ആ ഒരു എന്താ പറയണ്ട സാഹിത്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടർഫുൾ ആണ്. നന്നായിരുന്നു കേട്ടോ. ഒരു ട്യൂണിങ് നമ്മൾ കമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത്രത്തോളം ഉള്ള സ്റ്റഫ് അകത്ത് വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യാൻ പറ്റുക. ആ സ്റ്റഫ് ഉണ്ട്. ഇനി തമ്പി സാർ ലിറിക്സ് തരും, അത് ട്യൂൺ ചെയ്യാം. ട്യൂൺ ചെയ്ത് പാടുക. ഉത്തരം തേടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും അധ്യാപകൻ ജീവിതം. അർത്ഥങ്ങൾ തിരയാത്ത ശിഷ്യരെ ശിക്ഷിക്കും അധ്യാപകൻ ജീവിതം. ഉത്തരം തേടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും അധ്യാപകൻ ജീവിതം. അർത്ഥങ്ങൾ തിരിയാത്ത ശിഷ്യരെ ശിക്ഷിക്കും അധ്യാപകൻ
അധ്യാപകൻ ജീവിതം അർത്ഥങ്ങൾ തിരിയാത്ത ശിഷ്യരെ അർത്ഥങ്ങൾ തിരയാത്ത, അന്വേഷിക്കാത്ത, തിരയാത്ത, തിരയുക. അർത്ഥങ്ങൾ തിരയാത്ത ശിഷ്യരെ ശിക്ഷിക്കും അധ്യാപകൻ ജീവിതം. ഒരു പ്രാവശ്യം കൂടി സൂക്ഷിച്ചു നോക്കാം ലിറിക്സിലേക്ക്. ജീവിതം അല്ല, അധ്യാപകൻ വീതം അല്ല. അധ്യാപകൻ ജിയുടെ വീതം തേടിയ പോലെ. പിന്നെ ഉത്തരമല്ല, ഉത്തരം. താളം മീൻസ് ഓക്കെ. അധ്യാപകനല്ല, അധ്യാപകൻ. ശ്രദ്ധിച്ചു നോക്കൂ, ഒരു പ്രാവശ്യം കൂടി നോക്ക്. ഉത്തരം തേടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും അധ്യാപകൻ ജീവിതം. ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ജീവിതം, അധ്യാപകൻ ജീവിതം. അതുപോലെ അധ്യായുടെ ആയ നീട്ടേണ്ട ആവശ്യമില്ല. അധ്യാപകൻ അങ്ങനെ വരുന്നത്. അധ്യാപകൻ ഒരുമിച്ച് വരണം. അധ്യാപകൻ എന്ന് പറയണം. അർജുന വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ ഉണ്ടല്ലോ, അത് യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്, നോട്ട് ട്യൂൺ. ഡോണ്ട് പുട്ട് ദ ട്യൂൺ ഇൻ യുവർ മൈൻഡ്. സാർ പറഞ്ഞ ആദ്യം ട്യൂണ് നമ്മൾ കൺസീവ് ചെയ്യണ്ട, ലിറിക്കിന് ട്യൂൺ ചെയ്യാൻ. മെട്ട് പോടുന്നത് മുതല മെട്ട് എടുക്കരുത്. ഉത്തരം തേടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും അധ്യാപകൻ ജീവിതം അടിച്ചാൽ മതി. അധ്യാപകൻ ജീവിതം, അത്രേ ഉള്ളൂ. അർജുൻ അധ്യാപകൻ വെച്ചാൽ കഞ്ഞു വരും. അധ്യാപകൻ വെച്ചാൽ വേറൊന്ന് വരും. അധ്യാപകൻ ജീവിതം ഒറ്റയടി. ജീവിതം നേരെ ഒരു പോക്കാണ്. പ്രാധാന്യം ജീവിതത്തിനാണ്. എന്തിനെ കുറിച്ചാ പറയുന്നത്? ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജീവിതമാണ് ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഈ സംഗീതജ്ഞനായതുകൊണ്ട് ആ സ്വരങ്ങളുടെ പിന്നാലെ പോകുന്നത്, ആ സ്വരങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ വാക്കുകൾ വിട്ടുപോകും. നമ്മളിപ്പോൾ സംസാരിക്കുന്നു, ഈ സംസാരം മ്യൂസിക്കിൽ സംസാരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. സംസാരത്തിൻ്റെ ഫോഴ്സേ ഉള്ളൂ. ഈ പാട്ടിന് മ്യൂസിക് അത് വേറെ. അത് പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെ നിൽക്കും അവൻ. ഇവിടെ അതിനൊന്നും സ്ഥാനമില്ല. ആദ്യം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പല റെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള റെസ്റ്റ് ഇവിടെയും വരും. മ്യൂസിക്കിൽ വരുമ്പോൾ, മ്യൂസിക്കായിട്ട് സംസാരിക്കുമ്പോൾ ആ റെസ്റ്റ് അവിടെയും വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. എല്ലാവർക്കും ബാധകമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. എങ്ങനെയാണ് കമ്പോസ് ചെയ്യേണ്ടത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചുമ്മാ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഇടയ്ക്കുള്ള പോസുകൾ അത് തന്നെ മ്യൂസിക്കിലാക്കിയാൽ അത് മ്യൂസിക്കിനും അത് ഗുണകരമാണ്. കമ്പോസ് ചെയ്യുമ്പോഴും എവിടെയാണ് പോസ്, എവിടെയാണ് ഫുൾ സ്റ്റോപ്പ്, ഇത്ര മനോഹരമായിട്ട് ആര് പറയും? നമുക്കിനി ജഡ്ജസിനോട് മാർക്ക് ചോദിച്ചറിയാം. തമ്പി സാർ, $7.5.